ഹലോ ഫ്രണ്ട്സ്, കെ ലീഗലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് ഹ്യൂമൻ റൈറ്റ്സ് ലോ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ബേസിക്കലി നമ്മൾ എംഫസൈസ് ചെയ്യുന്നത് 9th സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ കീഴിൽ BBLB പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഇലക്റ്റീവ് സബ്ജക്റ്റാണെന്ന് തോന്നുന്നു, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഹ്യൂമൻ റൈറ്റ്സിന് നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നേച്ചർ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, മീനിങ്, സോഴ്സസ്, അതിൻ്റെ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇത് കൂടാതെ നമ്മൾ ഈ വീഡിയോനകത്ത് മേജർ ക്ലാസിഫിക്കേഷൻ ഓൺ ബേസിസ് ഓഫ് ജനറേഷൻ നമ്മൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ 3 തരത്തിൽ 3 ഹെഡിങ്ങിൻ്റെ താഴെയായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതിനകത്ത് വരുന്നതാണ് ICCPR, ICESCR, കളക്റ്റീവ് റൈറ്റ്സ്. അത് 3 മാത്രം കുറച്ചും കൂടി നമ്മൾ 12 മാർക്കിനൊക്കെ 16 മാർക്കിനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ലോങ് എസ്സേ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യും. ഇതിൽ നമ്മൾ ജസ്റ്റ് അത് പറയുന്നേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം നമ്മൾ വേറെ വീഡിയോ ഒറ്റയ്ക്ക് ചെയ്യും. മറ്റ് 1ാമത്തെ മൊഡ്യൂളിൽ വരുന്ന എല്ലാം നമ്മൾ ഈ വീഡിയോനകത്ത് കവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടായേക്കാം. സോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാൽ മതി. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ആദ്യം നമ്മൾ പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ മീനിങ് ആണ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 ടേമാണല്ലോ, ഹ്യൂമൻ പ്ലസ് റൈറ്റ്സ്. അപ്പോൾ എവറി ഹ്യൂമൻ്റെ റൈറ്റ്സിനെ പറ്റിയിട്ടാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. സോ ഹ്യൂമൻ റൈറ്റ്സ് ഇസ് ബേസിക്കലി ഡീലിംഗ് അബൌട്ട് റൈറ്റ്സ് ഓഫ് എവറി ഹ്യൂമൻ. ദേ ആർ ബേസിക് റൈറ്റ്സ് ആൻഡ് ഫ്രീഡം ബിലോങ് ടു എവറി ഹ്യൂമൻ ഇൻ ദ വേൾഡ് ഫ്രം ബർത്ത്. അതായത് ഒരാൾക്ക് ജനിക്കുമ്പോൾ തൊട്ട് കിട്ടുന്ന ബർത്ത് റൈറ്റ്സ് പോലെയാണ്. അപ്പോൾ ഒരാൾക്ക് ജനിക്കുമ്പോൾ തൊട്ട് ഫ്രീഡം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് റൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരം റൈറ്റ്സുകളെ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബേസിക് റൈറ്റ്സ്, ഇൻഹറൻറ്റ് റൈറ്റ്സ്, ബർത്ത് റൈറ്റ്സ്, നാച്ചുറൽ റൈറ്റ്സ് എക്സെട്ര. അതായത് ഒരു വ്യക്തി ഒരു സിറ്റിസൺ ആയിട്ട് നമ്മൾ ജനിക്കുന്ന സമയത്ത് ഫ്രം ദി ബർത്ത് ഇറ്റ് സെൽഫ് അയാൾക്ക് കിട്ടുന്ന ബേസിക് റൈറ്റുകൾ, അല്ലെങ്കിൽ ഇൻഹറൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അവരുടെ ഉള്ളിൽ തന്നെ അന്തർലീനമായിട്ട് കിട്ടുന്ന റൈറ്റ് അല്ലേ, ബർത്ത് റൈറ്റ്സ് അല്ലെങ്കിൽ നാച്ചുറൽ റൈറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സിനെ പറയുന്നത്. സോ ഇറ്റ് ഈസ് ബേസിക് ആൻഡ് ഇൻഏലിയനബിൾ റൈറ്റ്സ്. അതായത് അത് ബേസിക് ആണ്, ഇൻഏലിയനബിൾ എന്ന് പറഞ്ഞാൽ ഏലിയനബിൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറബിൾ. അപ്പോൾ ഇൻഏലിയനബിൾ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്ഫറബിൾ. അതായത് എൻ്റെ റൈറ്റ് മറ്റൊരാൾക്ക് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് കിട്ടുന്ന ബേസിക് റൈറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇൻഏലിയനബിൾ ഇൻ നേച്ചർ. ഇതൊക്കെ നമ്മൾ നേച്ചറിനകത്ത് നമുക്ക് എഴുതാവുന്നതാണ്. പിന്നെ ഇറ്റ് ഈസ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, സെക്സ്, നേഷണാലിറ്റി. ഇതൊന്നും ഇതിനോട് ബന്ധപ്പെടുന്നതല്ല. ഇത് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് കിട്ടുന്നതാണ്. കാസ്റ്റോ ക്രീഡോ സെക്സോ ജെൻഡറോ റിലീജിയനോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ ഇത്തരം റൈറ്റ്സുകൾ അവർക്ക് ഇൻഹറൻ്റായിട്ട് കിട്ടുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ ഫിലോസഫേഴ്സ്, അതേപോലെ തന്നെ കുറേ ഫിലോസഫേഴ്സ് ആക്ച്വലി ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്, ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയിട്ടുള്ള. അപ്പോൾ ഞാനതൊക്കെ നോക്കിയപ്പോൾ കുറച്ച് വലിയ ഡെഫിനിഷൻസ് ആണ്, അത് ഒന്ന് ഡൈജസ്റ്റ് ആവാൻ ടൈം എടുക്കും. സോ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള 2 ഡെഫിനിഷൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ടിനകത്ത് സെക്ഷൻ 2 ക്ലോസ് സ്മോൾ ലെറ്റർ D-നകത്താണ് എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വെച്ച് റൈറ്റ്സ് റിലേറ്റിംഗ് ടു ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ guaranteed by constitution or embodied in international covenants and enforceable by courts in India. അതായത് ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 പ്രകാരം അതിലെ വകുപ്പ് സെക്ഷൻ 2 ക്ലോസ് D പ്രകാരം പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് അത് ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഡിഗ്നിറ്റി. അതായത് ലെഡ് എന്ന് ആലോചിക്കുക. L is for life and liberty, E is for equality and D is for dignity. അപ്പോൾ ഈ 4 കാര്യങ്ങൾക്കും വേണ്ടി ഇതിനോട് റിലേറ്റ് ചെയ്യുന്ന റൈറ്റുകളാണ് ഓഫ് ഇൻഡിവിജ്വൽ. അത് ആരാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്? ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കവനൻറ്റുകളോ ഗ്യാരണ്ടി ചെയ്യുകയാണ് ഒരു സിറ്റിസണ്. ആൻഡ് ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ഇന്ത്യൻ കോർട്സ്. ഇന്ത്യൻ കോടതികൾ എൻഫോഴ്സിബിൾ ആണ്. സോ according to section 2 clause D of the Protection of Human Rights Act 1993, human rights means the rights relating to life, liberty, equality and dignity of individual guaranteed by constitution or international covenants and enforceable by courts of India. Okay, courts in India. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതാണ് സെക്ഷൻ 2 ക്ലോസ് D പ്രകാരം പറയുന്നത്. പിന്നെ പറയുന്നത് ഡോക്ടർ പുരോഹിത് എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്ന ഒരു മഹത് വ്യക്തി, ഫിലോസഫർ ആയിക്കോട്ടെ, എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അദ്ദേഹം ഡോക്ടർ പുരോഹിത് പറയുന്നത് അക്കോർഡിംഗ് ടു ഹിം ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ബേസിക് വാല്യൂസ് ആണ് വിച്ച് അണ്ടർലൈ states that human being
ബോൺ എനി പാർട്ട് ഓഫ് ദ വേൾഡ് ആർ ഈക്വൽ ഇൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ്. അതായത് എവിടെ ജനിച്ച ഏത് ലോകത്തിൽ എവിടെ ജനിച്ച ഒരു ഹ്യൂമൻ ബീങ് ആണെങ്കിൽ പോലും അയാളിൽ എന്താ പറയുക ഉള്ള ബേസിക് വാല്യൂസാണ് അയാളിൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ്? ഇറ്റ് ഈസ് equal in dignity and rights. But human rights are the basic values which underlay states that human being born any part of the world are equal in dignity and rights. എവിടെ ജനിച്ച ആളായാലും ഈക്വൽ ആണ് ഡിഗ്നിറ്റിയുടെ കാര്യത്തിലായാലും റൈറ്റ്സിൻ്റെ കാര്യത്തിലായാലും എന്നാണ് ഡോക്ടർ പുരോഹിത് പറയുന്നത്. സോ നമ്മൾ മീനിങ് ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞത്. മീനിങ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ പറയുമ്പോൾ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് എഴുതാം. ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയിട്ട് നമുക്ക് അറിയാവുന്ന, അതായത് ഇൻഹറൻറ്റ് റൈറ്റ് ആണ്, ബർത്ത് റൈറ്റ് ആണ്, ബേസിക് റൈറ്റ് ആണ്, അത്തരം കാര്യങ്ങൾ എഴുതാം. പിന്നെ കാസ്റ്റ്, ക്രീഡ്, സെക്സ് അതൊന്നും ബന്ധപ്പെടുന്ന ഇറസ്പെക്റ്റീവ് ആണ്. പിന്നെ അതിനകത്ത് വേറൊരു പോയിന്റ്, ഇറ്റ് കനോട്ട് ബി ടേക്കൺ അവേ. നമുക്ക് ഒരാളുടെ ഹ്യൂമൻ റൈറ്റ്സ് നമുക്ക് മൊത്തത്തിൽ അയാളുടെ റൈറ്റ്സ് ടേക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു സിറ്റുവേഷൻ വരെ നമുക്ക്, ഐ മീൻസ് അക്കോർഡിംഗ് ടു സർക്കംസ്റ്റൻസസ് വി ക്യാൻ റെസ്ട്രിക്ട് ദോസ് റൈറ്റ്സ്, ബട്ട് വി കനോട്ട് ടേക്ക് ഓവർ ദ റൈറ്റ്സ് എന്നാണ് പറയുന്നത്. പിന്നെ അതിനകത്ത് നമ്മൾ 2 ഡെഫിനിഷനാണ് പറയുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 പ്രകാരം സെക്ഷൻ 2 ക്ലോസ് ഡിയിൽ പറയുന്നതും ഡോക്ടർ പുരോഹിതിൻ്റെ ഡെഫിനിഷനും. ഇനി നമ്മൾ പറയുന്നത് ഈ ഹ്യൂമൻ, അപ്പോൾ ഇത്രയും നമ്മൾ നേച്ചറിൽ എഴുതാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിനകത്ത് തന്നെ സോഴ്സസും ഒബ്ജക്റ്റീവ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഒബ്ജക്റ്റീവ്സിനകത്ത് പറയുന്നത് വാല്യൂ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ഫ്രീഡം ഓഫ് ഹ്യൂമൻസ്. അതായത് ഹ്യൂമൻ ഡിഗ്നിറ്റിയും അതേപോലെ തന്നെ ഹ്യൂമൻ്റെ ഫ്രീഡത്തിനും വാല്യൂ കൊടുക്കുക എന്നൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. പിന്നെ ഡെവലപ്പ് സെൽഫ് റെസ്പെക്റ്റ് ഓഫ് ഓൾ ഹ്യൂമൻസ്. അതായത് എല്ലാ ഹ്യൂമൻസിനും സെൽഫ് റെസ്പെക്റ്റ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ. പിന്നെ ടു പ്രൊമോട്ട് ഹാർമണി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് ഡൈവേഴ്സിറ്റി. അതായത് ഹാർമണി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അതായത് പല വ്യക്തികളും നമുക്കറിയാം ഫ്രം ദ ബർത്ത് എല്ലാവരും ഡിഫറെൻറ്റ് ആൻഡ് യൂണീക്കാണ്. അപ്പോൾ അത് ഹാർമണി പ്രൊമോട്ട് ചെയ്യാനും അങ്ങനെ ഒരു ഡൈവേഴ്സിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനും. പിന്നെ ടു പ്രൊട്ടക്ട് ഓൾ ഹ്യൂമൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, സെക്സ്, റിലീജിയൻ ഓർ നാഷണാലിറ്റി. ഇതൊക്കെ റെസ്പെക്റ്റീവായിട്ട് അവരെ റെസ്പെക്ട് ചെയ്യാൻ, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രൊമോട്ട് ഡെമോക്രസി, പ്രൊമോട്ട് ജസ്റ്റിസ്. അപ്പോൾ ബേസിക്കലി ഹ്യൂമൻ ഡിഗ്നിറ്റി, ഹ്യൂമൻ ഫ്രീഡം വാല്യൂ ചെയ്യണം. പിന്നെ നമ്മൾ പറയുന്ന പേഴ്സണാലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് ചെയ്യണം, സെൽഫ് റെസ്പെക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ. പിന്നെ ഡൈവേഴ്സിറ്റിയിലും ഹാർമണി, അണ്ടർസ്റ്റാൻഡിങ്, അപ്രീസിയേഷൻ അതൊക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ പറയുക, റൈറ്റ്സ്, ഐ മീൻ ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യാനും ഡെമോക്രസി പ്രൊമോട്ട് ചെയ്യാനും. പിന്നെ ഇത് പ്രൊട്ടക്ട് ഓൾ ഹ്യൂമൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, സെക്സ്, റിലീജിയൻ, നാഷണാലിറ്റി എക്സെട്ര. ഇത്രയുമാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ഓർമ്മയില്ലെങ്കിലും നിങ്ങൾ കുറച്ച് തള്ളിയിരിക്കും, കുഴപ്പമില്ല. ഇത് നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ടേമിൽ നിന്ന് നമുക്കറിയാം ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനാണ്, പ്രൊമോട്ട് ചെയ്യാനാണ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾ എഴുതിക്കും. പിന്നെ പറയുന്നത് സോഴ്സസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ബേസിക്കലി 5 സോഴ്സസ് ആണുള്ളത്. ഒന്ന് UDHR, ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് കവനൻസ്, ഇൻ്റർനാഷണൽ കസ്റ്റംസ്, ജുഡീഷ്യൽ ഡെസിഷൻസ്, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ. മേബി ഇത് പല ഡോക്യുമെൻറ്റ്സിൽ പലതായിട്ടാണ് കാണുക, പക്ഷെ ഞാൻ ജനറലായിട്ട് കോമൺ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയത് വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. സോ ആദ്യത്തെയാണ് UDHR ഒക്കെ എന്താണെന്ന് നമ്മൾ ലൈക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വേറെ ഇതിൽ പറയുന്നത്. ഞാൻ ജസ്റ്റ് സോഴ്സസ് ഇപ്പം 5 മാർക്കിനൊക്കെ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിലാണ്, നേച്ചറൊക്കെ ചോദിച്ചാൽ. അപ്പോൾ UDHR എന്ന് പറയുന്നത് ആദ്യം ഇങ്ങനെ ഒരു ഐഡിയ, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരണം എന്ന് 1942 ഒരു ഐഡിയ വന്നു. അത് 1948 അഡോപ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം അറ്റ് ഇൻ്റർനാഷണൽ ലെവൽ ഇങ്ങനൊരു, അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇങ്ങനൊരു നീഡ് ആവശ്യമാണ്, ഒരു ഫണ്ടമെൻ്റൽ ഫ്രീഡം ആവശ്യമാണ് ഇൻ്റർനാഷണൽ ലെവലിൽ ആ ഒരു ചിന്ത വന്നതുകൊണ്ടാണ് ഈ UDHR അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് കവനൻസ്. അതിനകത്ത് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഇൻ്റർനാഷണൽ ട്രീറ്റീസ് എന്ന് പറയുന്നത് ബേസിക്കലി അതിനകത്ത് ആരൊക്കെ പാർട്ടീസ് ഉണ്ടോ അവർക്കൊക്കെ ബൈൻഡിങ് ആണ്. പിന്നെ അത് റീജിയണൽ ട്രീറ്റീസ് ആയിട്ടും കവനൻസ് ആയിട്ടും ഉണ്ടായിരുന്നു. യൂറോപ്യൻ കവനൻറ്റ്, അമേരിക്കൻ കവനൻറ്റ്, ആഫ്രിക്കൻ ചാർട്ടർ അങ്ങനെയൊക്കെ. പിന്നെ UN ചാർട്ടർ ഉണ്ട്, അത് ഇൻ്റർനാഷണൽ ലെവൽ, അത് എല്ലാ സ്റ്റേറ്റ്സിനും ബൈൻഡിങ് ആണ്. പിന്നെ വരുന്നതാണ് ഇൻ്റർനാഷണൽ കസ്റ്റംസ്. International customs എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ customary international laws which prohibits practices of genocide, slavery and slave trade, torture of inhuman treatment. അതായത് അത്തരം ഓൾറെഡി നിലനിന്നിരുന്ന കസ്റ്റമറി പ്രാക്ടീസുകളുണ്ടല്ലോ, പൊട്ട പ്രാക്ടീസുകൾ, ജീനോസൈഡ്, സ്ലേവറി, അതൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർനാഷണൽ കസ്റ്റംസ്.
ഇൻ്റർനാഷണൽ ലോസ് കൊണ്ടുവരിക. കസ്റ്റമറി ട്രഡീഷൻസ് ബിക്കം സോഴ്സസ് ഓഫ് ഇൻ്റർനാഷണൽ ലോ. അത് ഇൻ്റർനാഷണൽ കൊണ്ട് സോഴ്സസ് ആയിട്ട് നമുക്ക് അവിടെ പറയുന്നുണ്ട് കസ്റ്റമറി ട്രഡീഷൻസ്. പക്ഷേ അതിൽ തന്നെ എന്താ പറയുക, റോങ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടീസസ് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ ലോസ് കൊണ്ടുവരുന്നത്. പിന്നെ പറയുന്നത് ജുഡീഷ്യൽ ഡിസിഷൻസ്, അതായത് വേരിയസ് ജുഡീഷ്യൽ ബോഡീസ്, കോർട്ടിലായാലും അങ്ങനെ വേരിയസ് ജുഡീഷ്യൽ ബോഡീസ് എടുക്കുന്ന ഡിസിഷൻസ്. അതിനകത്ത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ട് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ എടുക്കുന്ന തീരുമാനങ്ങളും അതിനകത്ത് ഉൾപ്പെടും. പിന്നെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ, അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ UN അതേപോലെ തന്നെ അതിൻ്റെ ബോഡീസ് ഉണ്ടല്ലോ, ഇപ്പോൾ എക്കോസോക്ക്, സെക്യൂരിറ്റി കൗൺസിൽ, അങ്ങനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലാർജ് നമ്പർ ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട് ഹ്യൂമൻ റൈറ്റ് റിലേറ്റഡ് ആയിട്ട്. അത് ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനായിട്ട് നമ്മൾ അതിൻ്റെ സോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ജേണൽ, ഹ്യൂമൻ റൈറ്റ്സ് റിവ്യൂസ് ഓഫ് വേരിയസ് ഇൻ്റർനാഷണൽ ബോഡീസും. അപ്പോൾ സോഴ്സസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനകത്ത് UDHR, ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് കവനൻസ്, ഇൻ്റർനാഷണൽ കസ്റ്റംസ്, പിന്നെ ജുഡീഷ്യൽ ഡെസിഷൻസ്, പിന്നെ നമ്മൾ പറഞ്ഞത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ്. സോ ഇത്രയുമാണ് അതിൻ്റെ സോഴ്സസ്. ഇനി നമ്മൾ പറയുന്നത് കൈൻഡ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ജനറേഷൻ. ഒന്ന് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, അങ്ങനെയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ റൈറ്റ്സിനകത്ത് പെടുന്നതാണ് ICCPR, അതായത് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ് അതിനകത്ത് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട കവനൻ്റാണ് ഇൻ്റർനാഷണൽ കവനൻറ്റ്. അതിൽ വരുന്ന സിവിൽ ആയിട്ടുള്ള റൈറ്റുകൾ എന്താണ്, പൊളിറ്റിക്കൽ, അതൊക്കെ നമ്മൾ ICCPR എന്ന് പറയുന്ന ഒരു വീഡിയോ ഇടുമ്പോൾ അപ്ലോഡ് ചെയ്ത് ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ അന്വേഷിച്ചിട്ട് നമുക്ക് എഴുതാം എന്നുള്ള രീതിക്ക് എഴുതിയതാണ്. പിന്നെ വരുന്നതാണ് സെക്കൻഡ് ജനറേഷൻ റൈറ്റ്. സെക്കൻഡ് ജനറേഷൻ റൈറ്റിൽ വരുന്നതാണ് ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. അത് റിലേറ്റ് ചെയ്യുന്ന ഒരു കവനൻ്റ്, ഇൻ്റർനാഷണൽ കവനൻറ്റ് ഫോർ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ കളക്റ്റീവ് റൈറ്റ്സ്, അതിനകത്ത് കുറച്ച് റൈറ്റ്സ് ആണ് പറയുന്നത്. ഇപ്പം കളക്റ്റീവ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവർക്കും ബാധിക്കുന്ന റൈറ്റ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് റൈറ്റ് ടു ഡെവലപ്മെൻറ്റിനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റോഡ് കൺസ്ട്രക്ഷൻ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പെർട്ടിക്കുലർ ആവശ്യമല്ല, എല്ലാവർക്കും കളക്റ്റീവായിട്ട് അത് ആവശ്യമുള്ള റൈറ്റാണ്. അതിനകത്ത് റൈറ്റ് ടു ഡെവലപ്മെൻറ്റിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം പല പല റൈറ്റ്സ് അതിൽ പറയുന്നുണ്ട്. സോ കൈൻഡ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനകത്ത് തന്നെ ഫസ്റ്റ് ജനറേഷൻ റൈറ്റ്സ്, സെക്കൻഡ് ജനറേഷൻ റൈറ്റ്സ്, കളക്റ്റീവ് റൈറ്റ്സ്. ഫസ്റ്റ് ജനറേഷൻ റൈറ്റ്സിൽ വരുന്നതാണ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ICCPR. സെക്കൻഡ് ജനറേഷൻ റൈറ്റിനകത്ത് വരുന്നതാണ് economic, social and cultural rights which is related to ICESCR and finally collective rights. ഇത്രയുമാണ് സോഴ്സസ് പറയുന്നത്. ഇനി നമ്മൾ പറയുന്ന വേറൊരു ടോപ്പിക്കാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇത് മേ ബി ചിലപ്പോൾ വി ക്യാൻ എക്സ്പെക്ട് ഫോർ ലോങ് എസ്സേ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടില്ല, പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല. വരികയാണെങ്കിൽ അതൊരു 16 മാർക്കിന് എഴുതാനുള്ളതുണ്ട്. അപ്പോൾ അതാണ് ഇനി നമ്മൾ ഡെവലപ്മെൻറ്റിനകത്ത് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ എവല്യൂഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇപ്പം ഞാൻ ഈ എഴുതിയിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് പോലെ വരയ്ക്കുക, സോ ദാറ്റ് യു ക്യാൻ ഈസിലി റൈറ്റ് ഫോർ ദി എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങൾ ഇപ്പം ഒരു ഫസ്റ്റ് ഹെഡിങ് പോലെ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് വരച്ചിട്ട് അതിന് താഴെ ഫ്ലോ ചാർട്ട് വരയ്ക്കില്ലേ, ആരോ വരച്ച് നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ഒരു പേജ് മൊത്തം അങ്ങനെ നിറഞ്ഞോളും. അപ്പോൾ അങ്ങനെ ഒരു ഇംപ്രഷൻ വരും ലൈക്ക് ഇൻവിസിലേറ്റർ ഐ മീൻ പേപ്പർ നോക്കുന്ന വാല്യൂ ചെയ്യുന്ന ആൾക്ക് തോന്നും കൊള്ളാലോ, അയാൾക്ക് പോയിൻറ്റ്സ് അറിയാം, പിന്നെ ഉള്ളിൽ അതിനകത്ത് തള്ളിയാലും കുഴപ്പമില്ലല്ലോ. സോ നിങ്ങൾ ജസ്റ്റ് ആദ്യം എന്ത് ചെയ്യുക, ഫ്ലോ ചാർട്ട് മേ ബി ഇതേ ഓർഡറിൽ നമ്മളൊരു 10 ഓരോ 10 പോയിൻറ്റ്സാണ് മെയിനായിട്ടുള്ളത്, അത് ആദ്യം എഴുതുക. പിന്നെ അതിന് ശേഷം നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ മതി. അപ്പോൾ ആദ്യത്തെയാണ് അതിനകത്ത് സൈറസ് സിലിണ്ടർ എന്ന് പറയുന്നത്. സൈറസ് സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേർഷ്യൻ കിങ് ആണ് സൈറസ്. അയാൾ എന്ത് ചെയ്യും, നിങ്ങളൊരു സ്റ്റോറി പോലെ പഠിച്ചാൽ മതി. അപ്പോൾ മൂപ്പരാൾ എന്ത് ചെയ്തു, എന്താ പറയുക, ഒരു ക്ലേ സിലിണ്ടറിനകത്ത് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഡിക്രീ ചെയ്യാണ് പല കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ റിലീജിയസ് ഫ്രീഡം വേണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അയാൾ അതിനകത്ത് എഴുതിയിട്ടാണ് ചെയ്തത്, പല റിഫോമുകൾ. അപ്പോൾ ഈ ഒരു സിലിണ്ടർ എന്ന് പറയുന്നത് 1960, ഇത് ആക്ച്വലി 530 BC വരെയൊക്കെ ആ ഒരു ടൈമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം വേൾഡ്സ് ഫസ്റ്റ് ചാർട്ടർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് ആ ഒരു സംഭവം വന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയോളജി ആയിട്ടാണ് അത് കൺസിഡർ ചെയ്തിരുന്നത് ബേസിക്കലി. സോ സൈറസ് II, കിങ് ഓഫ് പേർഷ്യ, began his reign by decreeing reforms on this clay cylinder. Most notably, he declared that exiled slaves could return to their homelands and implies that there will be religious freedom throughout the Persian Empire. അതായത് ഈ സ്ലേവ് പണിക്ക് വേണ്ടിയിട്ട്
അടിമകളൊക്കെ ആയ ആൾക്കാർക്ക് തിരിച്ച് ഹോംലാൻഡിൽ വന്നിട്ട് അവർക്ക് ഫ്രീഡം ആസ്വദിക്കാം എന്നുള്ളൊരു രീതിക്കുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ സിലിണ്ടർ ഗെയിൻ ന്യൂ പ്രോമിനൻസ് ഇൻ ദ ലേറ്റ് 1960s when the last Shah of Iran called it the world's first charter of human rights. The cylinder was a key symbol of Shah's political ideology and is still regarded by some commentators as a charter of human rights despite the disagreement of some historians and scholars. അപ്പോൾ ഇതാണ് അബൌട്ട് സൈറസ് സിലിണ്ടർ. അപ്പോൾ എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്നുള്ളതും പിന്നെ ലാസ്റ്റ് ഷാ ഓഫ് ഇറാൻ വന്നിട്ട് ഇതൊരു വേൾഡ്സ് ഫസ്റ്റ് ചാർട്ടർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ചാർട്ടർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് ഇറാനിലത്തെ ലാസ്റ്റ് ഷാ കൂടെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ റെലവൻസ് വരുന്നത്. നെക്സ്റ്റ് കംസ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത് 1215 കൊണ്ടുവരുന്നത്. സോ ദ മാഗ്ന കാർട്ട ഇസ് കൺസിഡേർഡ് ആസ് എ ഫസ്റ്റ് ചാർട്ടർ ഓഫ് ദ ലിബർട്ടി. ഓക്കെ, മറ്റേത് നമ്മൾ പറഞ്ഞത് വേൾഡ്സ് ഫസ്റ്റ് ചാർട്ടർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണെങ്കിൽ ഫസ്റ്റ് ചാർട്ടർ ഓഫ് ലിബർട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മാഗ്ന കാർട്ട. അത് സൈൻ ചെയ്യുന്നത് കിങ് ജോൺ ഓഫ് ഇംഗ്ലണ്ട് ആണ്. ദ മെയിൻ തീം ഓഫ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ നോക്കണം, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദ ആർബിട്രറി ആക്ട്സ് ഓഫ് ദ കിങ്. ആ സമയത്ത് രാജാവിൻ്റെ ഭരണം, അപ്പോൾ ആ രാജാവ് പറയുന്നത് എന്തോ അതൊക്കെ പ്രജകൾ അല്ലെങ്കിൽ സ്ലേവ്സ് കേൾക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള രാജാവിൻ്റെ ആർബിട്രറി ആക്ടിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനാണ് മെയിനായിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. The 63 clauses of the charter guaranteed certain basic civil and legal rights to the citizens and protected the barons from unjust taxes. The king was compelled to grant the charter because the barons refused to pay heavy taxes unless the king signed charter. In reality, the Magna Carta was merely a compromise of the distribution of powers between the king and his nobles. It gives certain concessions to clergy, landlords and nobles and subsequently restricted the powers of the king to the extent of those concessions were concerned. Basically ഇതിനകത്ത് മാഗ്ന കാർട്ട എന്ന് പറയുന്നത് it was a charter of liberty, first charter of liberty. It was signed by John of king of England, that is John, in 1215. അതിന്റെ മെയിൻ theme was to get protection against the arbitrary acts of the king ആണ്. അതേപോലെ തന്നെ ടാക്സ് ഹെവി കളക്ട് ചെയ്യുന്നത് കുറയ്ക്കാനുമായിരുന്നു അത്. പിന്നെ കംസ് ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. അതിനകത്ത് പറയുന്നത് ബേസിക്കലി സിറ്റിസൺസും അതേപോലെ തന്നെ കൺട്രിയുടെ ഗവൺമെൻറ്റും തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് നാച്ചുറൽ ലോ തിയറി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ വായിക്കുകയാണെങ്കിൽ ദ ഡോക്ട്രൈൻ ഓഫ് സോഷ്യൽ കോൺട്രാക്ട് വാസ് ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് ദി തിയറി ഓഫ് നാച്ചുറൽ ലോ ബിക്കോസ് ദ ബേസിസ് വാസ് അപ്പോൺ വിച്ച് ദ നാച്ചുറൽ ലോ theories were formulated was the same for social contract theory also. These doctrines became popular during 16th and 17th century through the writings of Thomas Hobbes, John Locke and Jean-Jacques Rousseau. അതായത് ബേസ് ചെയ്ത് നാച്ചുറൽ ലോ തിയറിയിൽ പറയുന്ന കുറേ കാര്യങ്ങൾ അതിന് ഇതിനകത്തും ബേസ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ഇത് കണക്റ്റഡ് ആണ്. ബേസിക്കലി നമ്മൾ പറഞ്ഞത് എന്തിനാണ്, ടു മെയിൻറ്റെയിൻ എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിറ്റിസൺ ആൻഡ് ഗവൺമെൻറ്റും അതേപോലെ തന്നെ ഈ നാച്ചുറൽ ലോ റിലേറ്റ് ചെയ്ത് വരുന്ന തിയറീസ് ഇതിനകത്ത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് കംസ് ദി ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ്. അത് 1689 അതിൽ മെയിനായിട്ടും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം ഓഫ് എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, അതേപോലെ തന്നെ കിങ്ങും ക്വീനും നമ്മുടെ സാധാ പൊളിറ്റിക്കൽ റൈറ്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ബേസിക് റൈറ്റ്സിനകത്ത് ഇൻ്റർഫിയർ ചെയ്യരുത്, ലോനകത്ത് ഇൻ്റർഫിയർ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ദി ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് ഡോക്യുമെൻറ്റ് സെറ്റ് ഔട്ട് പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ റൈറ്റ്സ് ഇൻക്ലൂഡിംഗ് ദ ഫ്രീഡം ടു ഇലക്ട് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, ദ പ്രൊട്ടക്ഷൻ ഓഫ് ഫ്രീ സ്പീച്ച് ഇൻ പാർലമെൻറ്റ് and that the king or queen could not interfere with the law. The English Bill of Rights declared that the king has no overriding authority. Principles like limited monarchy and parliamentary supremacy was declared during that period. Basically കിങ്ങിന് ഒരു റൈറ്റും ഇല്ല, ക്വീനിന് ഒരു റൈറ്റും ഇല്ല. അവരുടെ ലോ അവരാർക്ക് നിയമങ്ങൾ അവരാർക്കുള്ളതാണ്. അതേപോലെ തന്നെ പാർലമെൻറ്റിനകത്ത് ഫ്രീ സ്പീച്ചിൻ്റെ പ്രൊട്ടക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും അതിനകത്ത് ഡിസ്കസ് ചെയ്തത്. ഞാൻ മെയിനായിട്ട് എംഫസൈസ് ചെയ്യുന്ന പോയിൻ്റാണ് ജസ്റ്റ് മലയാളത്തിൽ പറയുന്നത്. പിന്നെ ഞാൻ വായിച്ച് വിടാനേ, നിങ്ങളതൊന്ന് മെയിനായിട്ട് ഞാൻ പറയുന്നത് ഫോക്കസ് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാലും മതി. നെക്സ്റ്റ് കംസ് ഫിഫ്ത്ത് വൺ ഇസ് ഫ്രഞ്ച് ഡിക്ലറേഷൻ ഇൻ 1789. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ദ സിറ്റിസൺ. ദ ഫ്രഞ്ച് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു
സ്ത്രീകളേക്കാൾ കൂടുതൽ പുരുഷന്മാർക്ക് അവരുടെ റൈറ്റ്സ് യൂണിവേഴ്സലാക്കണം, അതേപോലെ തന്നെ ഇൻഏലിയനബിൾ ആണ്, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത റൈറ്റ്സ് ആണ് എന്ന് പറയുന്നതാണ് ഫ്രഞ്ച് ഡിക്ലറേഷൻ. അതേപോലെ തന്നെ അതിനകത്ത് പറയുന്നത് എല്ലാവരും ഓൾ ആർ ബോൺ ഈക്വലി, സോ റൈറ്റ്സും അവർക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഫ്രീ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എല്ലാവർക്കും ലൈഫ് എൻജോയ് ചെയ്യാൻ, അതേപോലെ തന്നെ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ ഫ്രീഡം ഉണ്ടാവാൻ, ലൈക്ക് അവർക്ക് ഫ്രീഡം ഓഫ് സ്പീച്ചും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് പറയുന്നത്. ഇനി നമ്മൾ വായിക്കാം. ദിസ് ഫ്രഞ്ച് ഡിക്ലറേഷൻ സെറ്റ് ഔട്ട് ദ യൂണിവേഴ്സൽ ആൻഡ് ഇൻഏലിയബിൾ റൈറ്റ്സ് ഓഫ് മെൻ ഓർ സിറ്റിസൺ. It stated that all are born equal and free, so they can participate in civil and political life and also can think, speak freely, be presumed innocent until proven guilty, and that all have the right to private property. അതായത് അയാൾ ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്യുന്നവരെ അയാൾ ഇന്നസെൻറ്റ് തന്നെയാണെന്ന് പ്രസ്യൂം ചെയ്ത് അയാൾക്ക് എന്തും പറയാനുള്ള റൈറ്റ് ഉണ്ട്. The Declaration of Rights of Man was a product of French Revolution. The slogan of the revolution was Liberty, Equality and Fraternity. നമുക്കറിയാലോ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ സ്ലോഗൻ പോലെയാണ് പറഞ്ഞത്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. The French Revolution gave a fatal blow to the absolute monarch and a death between that blow to the feudalism and led to establishment of French Republic. അതായത് മറ്റേ ഈ മൊണാർക്കിയൽ സിസ്റ്റമൊക്കെ നിർത്തി, ഫ്യൂഡൽ സിസ്റ്റമൊക്കെ നിർത്തിയിട്ട് ബേസിക്കലി ആൾക്കാർക്ക് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ മെയിനായിട്ട് ഫ്രഞ്ച് റിപ്പബ്ലിക് ഉണ്ടാക്കുക. സോ ആഫ്റ്റർ ദാറ്റ് നമ്മൾ വരുന്നത് അമേരിക്കൻ ഡിക്ലറേഷനാണ്, വിച്ച് വാസ് ഓൺ 1776. ഇതിനകത്ത് പറയുന്നത് ഈ ബ്രിട്ടീഷിൻ്റെ കീഴിൽ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ അമേരിക്ക ഫ്രീഡത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇംഗ്ലണ്ടിനെതിരെ പോരാടുകയാണ്. അങ്ങനെ അതിൻ്റെ അവസാനത്തിൻ്റെ ആ വെളിച്ചത്തിൽ അവർക്ക് എന്ത് ചെയ്യാണ്, എന്താ പറയുക, വായിക്കാട്ടോ. ദീസ് കോളനീസ് were revolted against England for their independence. The main reason for the revolt was the British government was on the view that colonies also should share in expenses. അതായത് അവർക്ക് കോളനീസിനുള്ള എക്സ്പെൻസുകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നായിരുന്നു, ബേസിക്കലി ടാക്സിൻ്റെ കാര്യത്തിലായാലും അങ്ങനെയൊക്കെ. അതൊക്കെ മാറ്റിയിട്ട് നോ ടാക്സേഷൻ എന്നുള്ളൊരു സംഭവം, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത്. അതായത് തോന്നുന്നവരൊന്നും പോയിട്ട് പിരിക്കാൻ പറ്റും. ആർക്കാണോ റെപ്രസെൻറ്റേഷൻ ഉള്ളത് അവർ ടാക്സേഷൻ ഇസ് ഓക്കെ, അല്ലെങ്കിൽ നോ ടാക്സേഷൻ എന്നുള്ളൊരു സിസ്റ്റമായിരുന്നു അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രീഡം, സോവറിനിറ്റി, അതേപോലെ തന്നെ റൈറ്റ്സ് ഓഫ് മെൻ ഇൻഏലിയനബിൾ ആണ്, അങ്ങനത്തെ ബിൽ ഓഫ് റൈറ്റ്സും കൂടെ ഇതിനകത്ത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ കംസ് അമേരിക്കൻ റെവല്യൂഷൻ കഴിഞ്ഞാൽ, അമേരിക്കൻ റെവല്യൂഷൻ അല്ല, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞാൽ അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ്. അതിനകത്ത് പറയുന്നത്, അതിനകത്ത് ഈ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഫസ്റ്റ് 10 അമെൻമെൻറ്റ്സ് പറയുന്നുണ്ട്. ഈ ഫസ്റ്റ് 10 അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നതാണ് ഈ ബിൽ ഓഫ് റൈറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനായിട്ട് മെയിനായിട്ടും ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രൊട്ടക്ഷൻ തന്നെയാണ് പറയുന്നത്. പിന്നെ ഫസ്റ്റ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് റിലീജിയൻ, ഫ്രീഡം ഓഫ് പ്രസ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഓഫ്, അതൊക്കെയാണ് പറയുന്നത്. ഫോർത്ത് അമെൻമെൻറ്റ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ അഗെയിൻസ്റ്റ് അൺറീസണബിൾ സെർച്ച് ആൻഡ് സീഷർ. ഫിഫ്ത്ത് അമെൻമെൻറ്റ് പറയുന്നത് റൂൾ അഗെയിൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ ആൻഡ് റൈറ്റ് ടു ഡ്യൂ പ്രോസസ് ഓഫ് ലോ. പിന്നെ പറയുന്നത് നെക്സ്റ്റ് വൺ ഇസ് ബോൾഷെവിക് റെവല്യൂഷൻ. ഇത് റഷ്യയിലുള്ള 1917 ഒരു റെവല്യൂഷനാണ്. ഇതിനകത്ത് ഫസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷനാണിത്. ബേസിക്കലി ഈ ഓട്ടോക്രാറ്റിക് റൂളർ, ആ ഒരു ഫ്യൂഡൽ സിസ്റ്റം ഒക്കെ നിർത്തിയിട്ട് പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ലൈഫിലുള്ള ഫ്രീഡം ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ബോൾഷെവിക് റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കംസ് ദ ഫോർമേഷൻ ഓഫ് ലീഗ് ഓഫ് നേഷൻസ് ആൻഡ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അതിനകത്ത് പറയുന്ന ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രൊവിഷൻസ് ഒന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ്, റൈറ്റ്സിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ ലേബേഴ്സ്, വർക്കേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സും കൊണ്ടുവന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബേസിക്കലി അതിനകത്തും വർക്കേഴ്സിൻ്റെ കണ്ടീഷൻ പ്രൊമോട്ട് ചെയ്യുക ഇൻ്റർനാഷണൽ ലെവലിൽ നിന്നൊക്കെ ഉള്ളതാണ് പറയുന്നത്. പിന്നെ അതൊരു UN ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയായി മാറുകയാണ് ചെയ്തത്. ലാസ്റ്റ് കംസ് അവർ UDHR 1948, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഫോർ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അത് അഡോപ്റ്റ് ചെയ്യുന്നത് ആരാണ്? ജനറൽ അസംബ്ലിയാണ് ഓൺ 10th December 1948 ആണ്. പിന്നെ ഇത് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് അല്ല, ഇറ്റ് ഈസ് എൻ ഐഡൽ ഫോർ ഓൾ മാൻകൈൻഡ്, ഒരു ഐഡിയലാണ്. പിന്നെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ആസ് എ ഡിക്ലറേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഡയറക്റ്റ് ടു ദ പീപ്പിൾ ഓഫ് ദ വേൾഡ്. പിന്നെ അതിനകത്ത് പറയുന്നത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് UN ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ UDHR എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ആണുള്ളത് ഓൺ ദി ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ്
സ്റ്റേറ്റ്സ് ആർ നോട്ട് ഓൺലി റെസ്പെക്റ്റഡ് ബട്ട് ഓൾസോ ലീഗൽ കമ്മിറ്റ്മെൻറ്റും കൂടി ഉണ്ട് റെസ്പെക്റ്റഡ് ആവാനുള്ളത്. ഇത്രയുമാണ് മെയിനായിട്ട് പറയുന്നത്. സോ ആസ് എ ഹോൾ വി ക്യാൻ സേ ദാറ്റ് നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് ആദ്യം സൈറസ് സിലിണ്ടർ പറഞ്ഞു, മാഗ്ന കാർട്ട പറഞ്ഞു, സോഷ്യൽ കോൺട്രാക്ട് തിയറി പറഞ്ഞു, ബിൽ ഓഫ് റൈറ്റ്സ് പറഞ്ഞു, ഫ്രഞ്ച് ഡിക്ലറേഷൻ പറഞ്ഞു, പിന്നെ അമേരിക്കൻ ഡിക്ലറേഷൻ, അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ്, ബോൾഷെവിക് റെവല്യൂഷൻ, ഫോർമേഷൻ ഓഫ് നമ്മുടെ ലീഗ് ഓഫ് നേഷൻസും ILOയും UDHR. ഓക്കെ, ഇത് പറയണ്ടല്ലോ. നമുക്ക് ഓരോന്നിലും മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം ഞാനൊന്ന് എംഫസൈസ് ചെയ്ത് പറയാം. മെയിനായിട്ട് എഴുതുന്നുണ്ട്, ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഇത് അണ്ടർലൈൻ ചെയ്യാൻ പറ്റിയ പോയിൻറ്റ്സ് പറയാം. ദാറ്റ് ഇസ് സൈറസ് സിലിണ്ടർ ആലോചിക്കുമ്പോൾ സിലിണ്ടറിൽ എഴുതിയതും പിന്നെ നമ്മുടെ ഇറാനിലെ ഷാ പറഞ്ഞ കാര്യം കൂടെ ആലോചിക്കാം. പിന്നെ മാഗ്ന കാർട്ടയിൽ മെയിനായിട്ട് കിങ്ങിൻ്റെ ആർബിട്രറിനെസ് നിർത്താനാണെന്ന് ആലോചിക്കുക. ബിൽ ഓഫ് റൈറ്റ്സ് 1689 മെയിനായിട്ടും കിങ് ആൻഡ് ക്വീനിനെ ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റില്ല ലോയിൽ. പിന്നെ ഫ്രീഡം വേണം ഇലക്റ്റഡ് മെമ്പേഴ്സിനായാലും, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഫ്രഞ്ച് ഡിക്ലറേഷനകത്ത് പറയുന്നത് റൈറ്റ്സ് ഓഫ് മെൻ എന്ന് പറയുന്നത് ഇൻഏലിയനബിൾ ആണ്. പിന്നെ എല്ലാവരും ബോൺ ഈക്വലി ആയതുകൊണ്ട് തന്നെ റൈറ്റ്സ്, സിവിലിയൻ പൊളിറ്റിക്കൽ ലൈഫ് എൻജോയ് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട്. പിന്നെ അമേരിക്കൻ ഡിക്ലറേഷനകത്ത് പറയുന്നത് മറ്റേ ബ്രിട്ടീഷ് റൂളേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ടാക്സസിൻ്റെ കാര്യത്തിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു റെവല്യൂഷൻ പോലെയാണ് പറയുന്നത്. പിന്നെ അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സിൽ മെയിനായിട്ടും പറയുന്നത് അവരുടെ ഫസ്റ്റ് 10 അമെൻമെൻറ്റ്സ് പറയുന്നുണ്ട്, ആ കാര്യങ്ങൾ എഴുതുക. പിന്നെ മെയിനായിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് തന്നെയാണ് അവിടെ എംഫസൈസ് ചെയ്യുന്നത്. ബോൾഷെവിക്കിൻ്റെ റെവല്യൂഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് എന്തിനാണ്, അതായത് ഓട്ടോക്രസി അല്ലെങ്കിൽ ഫ്യൂഡൽ മോഡൽസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഫോർമേഷൻ ഓഫ് ലീഗ് ഓഫ് നേഷൻസ് ആൻഡ് ILO. ബേസിക്കലി ലീഗ് ഓഫ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. ILO മെയിനായിട്ട് വർക്കിംഗ് എൻവയോൺമെൻറ്റ് അതൊക്കെ റെഡിയാക്കാനുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള സംഭവമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ UDHR എന്ന് പറയുന്നത് നോട്ട് ലീഗലി ബൈൻഡഡ്, അതിൻ്റെ ഏതൊരു സാധനമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ UN ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്യുന്നിട്ടുള്ളതാണ് 10th December 1948. പിന്നെ മെയിനായിട്ടും അത് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ദ സ്റ്റേറ്റ്സ് ആർ നോട്ട് ഓൺലി റെസ്പെക്റ്റഡ് ബട്ട് ഓൾസോ ആസ് ലീഗൽ കമ്മിറ്റഡ് ടു ബി റെസ്പെക്റ്റഡ്. പിന്നെ മെയിനായിട്ടും അതൊരു ലീഗലി ബൈൻഡിങ് അല്ലാതെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു സ്ട്രോങ്ങസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിട്ടാണ് UN പറയുന്നത്. ഇത്രയുമാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് പറയുന്നത്. സോ നമ്മൾ നേച്ചർ ആൻഡ് സ്കോപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മീനിങ്, സെക്ഷൻ 2 ക്ലോസ് ഡി അത്രയും കാര്യങ്ങൾ എഴുതുക, ഒബ്ജക്റ്റീവ്സ് എഴുതുക, അതിൻ്റെ സോഴ്സസ് എഴുതുക, പിന്നെ കൈൻഡ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സും കൂടി എഴുതി കഴിഞ്ഞാൽ നേച്ചർ മെയിനായിട്ട് എഴുതി. പിന്നെ അതിനകത്ത് നമ്മൾ നേച്ചർ ആൻഡ് സോഴ്സസ്, പിന്നെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എവല്യൂഷൻ ചോദിച്ചു നമ്മൾ ഈ സൈറസ് സിലിണ്ടർ തൊട്ട് UDHR വരെയുള്ള ആ ഒരു ഡെവലപ്മെൻറ്റ് എത്തുന്ന വരെയുള്ള സ്റ്റെപ്സ് ഫ്ലോ ചാർട്ടായിട്ട് എഴുതാം. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ജനറേഷൻ പറഞ്ഞല്ലോ, ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് ഹ്യൂമൻ ICCPR, ICSER, കളക്റ്റീവ് റൈറ്റ്സ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് നല്ലത്. കാരണം അതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ടഫായിട്ട് തോന്നും. സോ സിമ്പിളായിട്ട് നമുക്ക് വേറെ വീഡിയോ അതിൻ്റെ മെയിനായിട്ട് എംഫസൈസ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അവെയർ ആയി തോന്നുന്നു, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഇതിന് ലൈക്ക് നോട്ട് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് DM ചെയ്താൽ മതി, ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരും. താങ്ക് യു.